പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പരിശുദ്ധിയുടെയും പരിശോധനയുടെയും പുണ്യദിനത്തിലാണല്ലോ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യത്തെയും നിസ്സാരമാക്കുവാനും നിർജീവമാക്കുവാനും നിർത്തലാക്കുവാനും വളരെയേറെ എളുപ്പമാണ് നമുക്ക്. എന്നാൽ അതേ കാര്യത്തെ വിശുദ്ധമാക്കുവാനും പവിത്രമാക്കുവാനും പരിപാവനമാക്കുവാനും അതിലുപരിയായി അവിസ്മരണമാക്കുവാനും കുറച്ചേറെ കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടതായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് ദിവസങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു അനുഭവമുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, അത് പലയിടത്തും പങ്കുവച്ചിട്ടുണ്ട്. ഈ നോമ്പ് ദിവസവും സാധാരണ ദിവസവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് സംസാര വിഷയം. വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാതെ